ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിങ്സ്. അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ ടെക്കി റീൽസ് പ്രോഗ്രാമിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും, അതേപോലെ അതിൻ്റെ 4 ചോയ്സുകൾ നമുക്കുണ്ടാവും. ഈ 4 ചോയ്സുകളും നമ്മൾ എന്ത് ചെയ്യും, എടുത്തുകൊണ്ട് എന്താണ് അതെന്നുള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ പോകാനുള്ള കാരണം, ഈ 4 ചോയ്സും നമ്മൾ പഠിക്കുന്നതിലൂടെ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലുകൾ എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആവും. ഓക്കെ, ടെക്നിക്കൽ നോളജ് നമുക്ക് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും ചോയ്സും നോക്കിക്കൊണ്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഫ്ലട്ടർ? ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക്, അതേപോലെ ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് UI ടൂൾ കിറ്റ്, അതേപോലെ ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ ക്രോസ് പ്ലാറ്റ്ഫോം അപ്ലിക്കേഷൻസ്, ആൻഡ് ഫൈനൽ ചോയ്സ് ഫ്ലട്ടർ ഈസ് എ DBMS ടൂൾ കിറ്റ്. നമുക്കറിയാം, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് UI ടൂൾ കിറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആൻസറിന് നമ്മൾ പറയാണ്, ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് UI ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഇറക്കിയിട്ടുള്ള ഒരു ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കാണ് യഥാർത്ഥത്തിൽ, ടൂൾ കിറ്റാണ് യഥാർത്ഥത്തിൽ എന്ത്, ഫ്ലട്ടർ. ഓക്കെ, അപ്പോൾ അതിൽ ഫ്രണ്ട് എൻഡിൽ നമ്മൾ ഫ്ലട്ടറിൻ്റെ വിഡ്ജറ്റ്സുകളാണ് യൂസ് ചെയ്യുന്നത്, ബാക്ക് എൻഡിൽ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, നമ്മുടെ ഏതൊരു മൊബൈൽ ആപ്പ് ആണെങ്കിലും ഒരു വെബ്സൈറ്റ് ആണെങ്കിലൊക്കെ നമുക്ക് യൂസർ ഇൻ്റർഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ആ ഒരു യൂസർ ഇൻ്റർഫേസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ കിറ്റാണ് യഥാർത്ഥത്തിൽ എന്ത്, ഫ്ലട്ടർ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഫസ്റ്റത്തെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പാണ് നമ്മൾ കാണുന്നത്, സെക്കൻഡ് നമ്മൾ ആമസോണിൻ്റെ ആപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ഏതൊരു മൊബൈൽ ആപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്ത് വേണം, നമ്മുടെ ഫ്ലട്ടറിൻ്റെ UI ടൂൾ കിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ആൻസർ കേട്ടോ. ഇനി രണ്ടാമത്തെ ഫസ്റ്റത്തെ നമ്മൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഇതെന്താണ്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക് എന്താ നമ്മൾ മനസ്സിലാക്കണല്ലേ, ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ യൂസർ കാണുന്ന പാർട്ട്, അതാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല, അത് ബാക്ക് എൻഡിൽ ഫങ്ഷനാലിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഫ്ലട്ടർ എന്തല്ല, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക് അല്ല, അതെന്താണ്, UI ടൂൾ കിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കിലെ ചില എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എന്താണ്, ജാങ്കോ, പൈത്തണിലെ ജാങ്കോ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ് അപ്ലിക്കേഷൻസ് പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ്, ബാക്ക് എൻഡ് ഫ്രെയിംവർക്കാണ് ജാങ്കോ. അതേപോലെ വേറൊന്ന് ലറാവൽ, PHP ലാംഗ്വേജിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് എന്ത്, ലറാവൽ. അതേപോലെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ പൈത്തൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കാണ് നമ്മുടെ ഫ്ലാസ്ക്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എൻഡ് അവിടെ ഉണ്ട്, ബാക്ക് എൻഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു ഓപ്ഷൻ നമുക്കുള്ളത്, ഫ്ലട്ടർ ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് അടുത്ത ഓപ്ഷനിൽ, ഫോർ ക്രോസ് പ്ലാറ്റ്ഫോം അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. ഓക്കെ, ഫ്ലട്ടർ ഒരിക്കലും എന്തല്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. കാരണം ഫ്ലട്ടർ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മുടെ ഡാർട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഫ്ലട്ടർ ഈസ് എ DBMS ടൂൾ കിറ്റ് അല്ലേ. എന്താണ് യഥാർത്ഥത്തിൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം? നമുക്ക് ഏതൊരു അപ്ലിക്കേഷൻ ആണെങ്കിലും, ഈവൻ നമ്മളെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക്, നമ്മളെ ആമസോൺ, ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് ആമസോണൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, മൊബൈൽ ആപ്പിലാണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഒക്കെ അല്ലേ. അപ്പോൾ ഈ പ്രൊഡക്ട്സുകളൊക്കെ യഥാർത്ഥത്തിൽ സ്റ്റോർ ചെയ്യുന്നത് സെർവറിലാണ്, സെർവറിൽ ഡാറ്റാബേസിലാണ്, അഥവാ DBMS എന്ന് പറയും, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ DBMS എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും ആ ഡാറ്റാസ് ആവശ്യമുള്ള ടൈമിൽ നമുക്ക് തിരിച്ച് റിട്രീവ് ചെയ്യാനും, അതേപോലെ ആവശ്യമില്ലാത്ത ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും, എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയാണ് യഥാർത്ഥത്തിൽ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഡാറ്റാബേസുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് യഥാർത്ഥത്തിൽ എന്ത്,
DBMS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലട്ടർ ഒരിക്കലും എന്തല്ല DBMS അല്ല. അപ്പോൾ നമ്മൾ DBMSന് എക്സാമ്പിൾസ് ആണ് MySQL ഒരു DBMS ആണ്. ഓക്കെ, അതേപോലെ MongoDB എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ഓറിയന്റഡ് DBMS ആണ്. ഓക്കെ, MySQL എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയും. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടേബിൾസ് നമ്മൾ റിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പാണ്. റിലേഷണൽ ഡാറ്റാബേസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, അതേപോലെ ഡോക്യുമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് DBMS തന്നെ ഉണ്ട്. ഓക്കെ, അതേപോലെ ഒറാക്കിളും എന്താണ് നമ്മുടെ DBMSന് എക്സാമ്പിൾ ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട എത്രേ ഉള്ളൂ, ഫ്ലട്ടർ എന്താണ്, ഒരു UI ടൂൾ കിറ്റ് ആണ്. ഓക്കെ, അതൊരിക്കലും എന്തല്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് അല്ല, അതേപോലെ ഒരിക്കലും അതെന്തല്ല, ഒരു DBMS അല്ല. അപ്പോൾ ഈ 4 കോൺസെപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സെഷനിൽ കാണാം.